കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഇട്ടിച്ചൻ മരിക്കുന്നത് നോക്കിയിരിക്കുകയാണ് മകൻ ന്യൂഞ്ഞും ഭാര്യ കുട്ടിയമ്മയും. പിന്നെ കുടുംബാംഗങ്ങളായ എല്ലാവരും അയാളുടെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു കാലത്ത് നാട്ടിലെ ആളുകളെ പീഡിപ്പിച്ചിരുന്ന പെണ്ണുപിടിയനും ക്രൂരനുമായ ഇട്ടിച്ചൻ കിടപ്പിലായിട്ടും വീട്ടുകാരെ മാനസികമായി പീഡിപ്പിക്കുകയാണ് അയാൾ. കുട്ടിയമ്മയെ അവഹേളിച്ചും തല്ലിയും അയാൾ ഒരുപാട് കാലം ജീവിച്ചു. പല സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്നു അയാൾ. അതിന് കൂട്ടുനിന്നത് വർഗീസ് ആയിരുന്നു. അയാൾ മകനായ ന്യൂഞ്ഞിനെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ അയാൾ വീട്ടുകാരെ വെറുപ്പിച്ച് ജീവിക്കുന്നു. സ്വത്തിന് വേണ്ടിയുള്ള തർക്കത്തിന് ഇടയിലാണ് പണ്ട് ഇട്ടിച്ചൻ അവീതത്തിലുണ്ടായ മകളായ ഷീല അയാളെ കാണാൻ വരുന്നത്. വാർഡ് മെമ്പറായ ജോൺസണും ബാലൻ മാഷും ചേർന്ന് ന്യൂഞ്ഞിനോട് പറയുന്നു അയാളെ കൊന്നുകളയാൻ. കാരണം അയാൾ അത്രത്തോളം വൃത്തികെട്ടവനായിരുന്നു. ഒരു ദിവസം ഇട്ടിച്ചൻ തന്റെ ആഗ്രഹം തുറന്നു പറയുന്നു. ഷീലയെ വീണ്ടും കാണണം, കൂടാതെ സ്വത്ത് മുഴുവൻ ന്യൂഞ്ഞിനും മകൾക്കും എഴുതി തരാമെന്ന് അയാൾ പറയുന്നു. സ്വത്തിന്റെ പേരിൽ വീട്ടുകാർ സമ്മതിക്കുന്നു. പക്ഷെ ഉടൻ തന്നെ മനസ്സിലാക്കുന്നു അത് ഷീലയെ വീട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു കളിയായിരുന്നു എന്ന്. എല്ലാം കൂടി ഒരു പൊട്ടിത്തെറിയായിരുന്നു അവിടെ. ന്യൂഞ്ഞപ്പനെ കൊല്ലാൻ പോലും തയ്യാറാകുന്നു. ആദ്യം എല്ലാവരും അവളെ വെറുക്കുന്നു. പക്ഷെ പിന്നീട് മനസ്സിലാകുന്നു ഷീല സ്വത്തിനു വേണ്ടിയല്ല വന്നത്. അയാളുടെ ജീവിതം തകർന്ന് കിടക്കുന്നത് കാണാൻ വേണ്ടിയാണ് അവൾ വന്നത്. ക്രിസ്മസ് രാത്രി കുര്യാക്കോ എന്നൊരു ഭീകരൻ ഇട്ടിച്ചനെ കൊല്ലാൻ വരുന്നു എന്ന വാർത്ത വീട്ടിലെ ഭയപ്പെടുത്തുന്നു. മരണം മുന്നിൽ കണ്ടപ്പോൾ പോലും ഇട്ടിച്ചൻ മാറുന്നില്ല. സ്വന്തം ജീവൻ രക്ഷിക്കാൻ മകനെയും കുടുംബത്തെയും ബലി കൊടുക്കാൻ വരെ അയാൾ തയ്യാറാകുന്നു. അതോടെ ന്യൂഞ്ഞിന് അച്ഛനോടുള്ള ശേഷിച്ചിരുന്ന കരുണയും തകരുന്നു. അവസാനം നിയന്ത്രണമിട്ട് അടിപിടിക്കിടയിൽ ഷീല തന്നെ അയാളെ കുത്തിക്കൊല്ലുന്നു. പുറത്തേക്ക് ഈ സംഭവം നെഞ്ചുവേദനയെ കാണിച്ചു മറച്ചു വെക്കാൻ അവർ തീരുമാനിക്കുന്നു. പുറമേ ദുഃഖം നിറഞ്ഞ വീടാണെങ്കിലും വർഷങ്ങളായി സഹിച്ച വേദനയ്ക്ക് ഒടുവിൽ സമാധാനം ഉണ്ടാകുന്നു.